ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവിടെ തന്നെ ഇങ്ങനെ ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കുക. അപ്പോൾ അലീനയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെ ഈ പൗലോസിനോട് പറയാണ്, പൗലോസേട്ടാ മീൻ വെട്ട് പൗലോസേട്ടാ, പക്ഷേ അളന്നൊക്കെ വെട്ടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് പോടാ, എനിക്ക് അളക്കാനും അളവെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയൊന്നുമില്ല. ഞാനേ നല്ല രീതിയിൽ തന്നെ മീൻ വെട്ടും. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഈ കിച്ചണേ എൻ്റെയാ. അപ്പോൾ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൗലോസ് ആ മീൻ വെട്ടാൻ വേണ്ടി മീനിങ്ങനെ നിർത്തിരിക്കുക. അപ്പോൾ ആ സമയത്ത് അയ്യോ പൗലോസ് ഏട്ടാ, മീൻ വെട്ടുമ്പോഴേ വാലൊക്കെ കുറച്ച് വെട്ടണേ. ഇവിടെ ഓർഫനേജിലൊക്കെ വളർന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴേ അങ്ങോട്ട് ദഹിക്കൂല. അപ്പം അലീനയ്ക്കിത് കേൾക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് കലി വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവരെയൊക്കെ എന്തൊക്കെയാ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ പൗലോസ് ആണെങ്കിൽ തല അങ്ങോട്ട് മാംസത്തോടെ അങ്ങോട്ട് വെട്ടുകയാണ്. അതേപോലെ തന്നെ വാലങ്ങോട് ദേഹത്തോട് ഈ മീൻ്റെ ദേഹത്തോടെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് മാറ്റുകയാണ്. അതിനുശേഷം ആ വാലും തലയും എടുത്തിട്ട് ഒരു കവറിനകത്താക്കി നമ്മുടെ വേലക്കാരിയോട് പറയാണ്, എടീ ഇതെടുത്ത് നിൻ്റെ കവറിനകത്തോട്ട് ഇട്ടോടി, ആടിന് കൊടുക്കാം. വളരെയേറെ മോശമായ കാര്യമാണ് അവിടെ പറയുന്നത്. ആടിന് കൊടുക്കാം എന്നൊക്കെയാണ് ഈ പൗലോസ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീനിൻ്റെ തലയും വാലും ആട് കഴിക്കും. ആ ഒരു മണ്ടത്തരവും കൂടിയാണ് അവിടെ നമ്മുടെ പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലീനയുടെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേലക്കാരിക്ക് ആ ഒരു തലയും വാലും എടുത്തിട്ട് കവർണത്തോട്ട് വെക്കാനൊരു പേടി. അലീനയെ ഇങ്ങനെ മാറി നോക്കുകയാണ്. അപ്പം നീ ആരെയാടി നോക്കുന്നത് അടി? ഞാനല്ലേ പറയുന്നത്, നീ അതെടുത്തിട്ട് കവറിനകത്തോട്ട് വെച്ചിട്ട് കൊണ്ടുപോടി മോളെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വേലക്കാരി ആ ഒരു മീൻ എടുത്തിട്ട് കവറിനകത്തോട്ട് വെക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി നില്ലവിടെ, ചേച്ചി ഇപ്പോൾ കവറിനകത്തോട്ട് എടുത്ത് വെച്ച സാധനമല്ലേ അതെടുത്ത് പുറത്തേക്ക് വെക്കുക ചേച്ചി. കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചിങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പൗലോസേട്ടൻ ഈ വേലക്കാരിക്ക് കൊടുത്ത ആ ഒരു സാധനമില്ലേ, മീൻ്റെ തലയും വാലും, അതെടുത്ത് ഇവിടെ വെക്കാനാ പറഞ്ഞത്. പെടില്ലെന്നോ? ഞാൻ പറയുന്നത് അനുസരിക്കാതെ പൗലോസേട്ടൻ ഇവിടെ ജോലി ചെയ്യാമെന്ന് കരുതണ്ട പൗലോസേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കുട്ടിച്ചായം വരുന്നത്. അപ്പോൾ കുട്ടിച്ചായം ചോദിക്കണം, എന്താ ഇവിടെ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വല്യപ്പച്ച ഇവിടെ ചെറിയ ചെറിയ അഴിമതികളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് കൈയോടെ പിടികൂടി. പക്ഷേ അവർക്കതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. പൗലോസേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പൗലോസേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും കുട്ടിച്ചായൻ പറയാണ്, എന്താടാ പൗലോസേ, മോള് പറയുന്നത് നിനക്ക് കേൾക്കാനായിട്ട് കഴിയില്ലേ? മോള് പറയുന്ന അങ്ങോട്ട് അനുസരിക്കടാ എന്ന് പറയുകയാണ്. പറയുമ്പോഴേക്കും അത് പിന്നെ എനിക്കിവിടെ ശമ്പളം തരുന്നതേ കേണൽ സാറാണ്. കേണൽ സാറ് പറയണം. അപ്പം ഇത് കേട്ട അലീനയ്ക്ക് അരീശം വന്നിട്ട് കേണൽ സാറിൻ്റെ മകളാ പറയുന്നത്. അതും കൂടെ എടുത്തു വെക്കാൻ കേണൽ സാറ് പറയട്ടെ എന്താന്ന് വെച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ പൗലോസ് നേരെ ഹാളിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും എന്താ മോളെ, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ ഭയങ്കര അഴിമതിയാണ് വലിയച്ഛൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര അഴിമതി. അത് ഞാൻ ഏതായാലും നടക്കാനായിട്ട് സമ്മതിക്കില്ല. എൻ്റെ പപ്പയുടെ മുതലെല്ലാം ഇവർ നശിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോഴേക്കും വേറൊരു ജോലിക്കാരൻ ചോദിക്കണം, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല, ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വന്നു, അത്രേ എനിക്കറിയുള്ളൂ, ഞാൻ പോവാണ്. അപ്പോൾ വേലക്കാരിയും പറയണം, എനിക്കൊന്നും വേണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം എടുത്ത് നേരെ സ്ലാബിൽ വെച്ചിട്ട് ഈ വേലക്കാരിയും അവിടെ ഒറ്റ പോക്കാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയെ കാണിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ആരോടൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് വരിക. ആ സമയത്ത് പൗലോസ് വരികയാണ്. അപ്പോൾ പൗലോസ് വന്നപ്പോഴേക്കും, എന്താ പൗലോസേ, എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ടേ, എങ്കിൽ ഇങ്ങോട്ട് കയറി വന്നേ, എന്താ പറയാനുള്ളത്? അതെ, ലീന കൊച്ചില്ലേ, ലീന വീണ്ടും അടുക്കളയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എൻ്റെ പൊന്ന് കേണൽ സാറേ. അവൾ വീണ്ടും വന്നു അടുക്കളയിലേക്ക്. ഞാൻ അവളോട് പറഞ്ഞാണല്ലോ അടുക്കളയിലേക്ക് പോകരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്.
പിന്നെയും വന്നോ? ആ എന്നെ അവിടെ ജോലി ചെയ്യിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, സാറൊന്ന് വന്ന് നോക്കണം. ശരി, ഞാൻ തന്നെ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞു ഇവ രണ്ടുപേരും കൂടി നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അലീനയും അതേപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചായനും കൂടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ സ്റ്റാലിനി അലീനയോട് പറയാണ്, അലീന എന്താ അലീന ഇവിടെ നടക്കുന്നത്? അലീനയോട് ഞാൻ പറഞ്ഞല്ലേ അടുക്കളയിലേക്ക് കയറി വരരുതെന്ന്, പിന്നെന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പൗലോസ് പറയാണ്, അതെ എന്നെ ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെയാണ് സാറേ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, പൗലോസിനെ ജോലിക്ക് നിർത്തിയത് ഞാനാണ് ശമ്പളം കൊടുത്ത്. അത് അങ്ങനെ പറഞ്ഞു അലീന? അലീന എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവനെ പണിയിൽ നിന്ന് പുറത്താക്കുമെന്ന് എന്തിനാ അലീന പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, പൗലോസേട്ടാ ഞാൻ പൗലോസേട്ടനോട് അങ്ങനെയാണോ പറഞ്ഞത്? പൗലോസേട്ടൻ വേലക്കാരിക്ക് കൊടുത്തു വിടാൻ വെച്ച ആ സാധനം എടുത്ത് സ്ലാബിലേക്ക് തിരിച്ചു വെക്കാൻ പറഞ്ഞു. അത് വെക്കാതെ പൗലോസേട്ടൻ ഇവിടെ ജോലി തുടരണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ ജോലി നിർത്തി പോകാനായിട്ട് ഞാൻ പറഞ്ഞോ പൗലോസേട്ടാ? പൗലോസേട്ടൻ ആ പറഞ്ഞ കാര്യം പൗലോസേട്ടൻ അനുസരിച്ചില്ല. അപ്പോൾ എന്താണ് പൗലോസേട്ടാ അതിനർത്ഥം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അലീന എന്താ അലീന കേൾക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അലീന ഇടപെടാൻ നിൽക്കേണ്ടത്. പപ്പ ദേ ഇതൊന്നും അങ്ങനെ ശരിയായ കാര്യമല്ല പപ്പ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഇവര് അനാവശ്യ ചെലവുകളാണ് നടത്തുന്നത്. വേലക്കാരിക്ക് അതും ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നു, മീൻ്റെ പകുതി കഷ്ണം എടുത്ത് കൊടുക്കുന്നു. ഇതൊക്കെ എവിടത്തെ ന്യായമാണ്? വേലക്കാരിക്ക് കൊടുക്കേണ്ടെന്നല്ല, ആ കൊടുക്കണതിന് കുറച്ച് ലിമിറ്റൊക്കെ ഉണ്ട്. ഇത് കുറച്ച് അധിക പ്രസംഗമാണ് എൻ്റെ പപ്പ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൗലോസ് ഇങ്ങനെ വിറച്ച് നിൽക്കണം. പൗലോസേട്ടന് ആ വേലക്കാരിക്ക് കൊടുക്കാൻ വെച്ച ആ ഒരു മീൻ കഷ്ണമില്ലേ അതെടുത്ത് പൗലോസേട്ടനൊന്ന് ആ ഒരു ബേസനിലേക്കൊന്ന് ഇട്ടേ. ഇപ്പോൾ പൗലോസ് ഒന്നും മിണ്ടാതെ നിൽക്കുക. പൗലോസേട്ടന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ കേണൽ സാറിൻ്റെ മകളാ പറയുന്നത്, അലീന ചെയ്യ്. അപ്പോഴേക്കും കുട്ടിച്ചാനും പറയണം, എടാ കേട്ടില്ലേ നീ പറഞ്ഞത്, ചെയ്യടാ അങ്ങോട്ട്. അങ്ങനെ നമ്മുടെ പൗലോസ് പേടിച്ച് വിറച്ച് നേരെ ആ മീൻ്റെ ആ ഒരു കഷ്ണം എടുത്തിട്ട് ബേസിലേക്ക് ഇടുക. നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ശരിയാ, കുറേ വാലും തലയിലും കുറേ മാംസകഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയും മീൻ്റെ അത്രയും ഭാഗങ്ങളാണ് ഈ വേലക്കാരിക്ക് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പറയണം, കണ്ടോ പപ്പ ഒന്ന് നോക്കിക്കണ്ടേ, ഒരു വേലക്കാരിക്ക് ഇവിടെ കൊടുക്കാൻ വെച്ച ഒരു സാധനമാണിത്. മീൻ്റെ പകുതി മുക്കാലും ആ വേലക്കാരിക്ക് കൊടുക്കാനാ ഇയാള് കരുതി വെച്ചിരുന്നത്. അപ്പോഴേക്കും കുട്ടിച്ചാനാണെങ്കിലും, അയ്യോ എൻ്റെ എടാ ശരിയാണല്ലോ അത്, നീ എടാ ഇങ്ങനെ അഴിമതി കാണിക്കേണ്ട ആവശ്യമുണ്ടോടാ? അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അത് അലീനെ കൊച്ച് പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊക്കെ അത് ദഹിക്കുന്നില്ല അല്ലേടാ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൗലോസ് കൈ ഇങ്ങനെ കെട്ടി തലയും കുനിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് ആകെ അരിശവും വരികയാണ്. സ്റ്റാൻലി പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നമ്മുടെ അലീനയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കുട്ടിച്ചായം ചെന്നിട്ട് നേരെ പൗലോസിനോട്, മനസ്സിലായില്ലടാ അലീന ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? സ്റ്റാലിൻ്റെ മകള് തന്നെയാടാ അലീന. നിൻ്റെയൊക്കെ തോന്നിവാസം ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. അത് നടക്കാനായിട്ട് അലീന സമ്മതിക്കത്തുമില്ല. മനസ്സിലായല്ലോ? നീ ചെയ്യാനുള്ള ജോലികളെല്ലാം നീ തുടർന്നോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീന നേരെ റൂമിൽ പോയി അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് സ്റ്റാൻലി കയറി വരികയാണ്. സ്റ്റാൻലി കയറി വന്നിട്ട് അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അലീന അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അലീന എന്താ അലീന ഇത്? അലീനയോട് ഞാൻ ആ പൗലോസിനോട് വഴക്കുണ്ടാക്കാൻ പോകരുതെന്ന് പറഞ്ഞതല്ലേ അലീന, പിന്നെ നീ എന്തേ അതനുസരിക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതിന് പപ്പ ഞാൻ വഴക്കുണ്ടാക്കാൻ പോയില്ലല്ലോ പപ്പ, അവിടെ അഴിമതികളൊക്കെ നടക്കുന്നു, അത് കണ്ടുപിടിച്ച് ഞാൻ പപ്പയുടെ മുന്നിൽ തെളിയിച്ചല്ലേ, അതിന് ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോയില്ലല്ലോ പപ്പ. പൗലോസിനെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് നീ എന്തിനാ പറഞ്ഞത്? ഞാനല്ലേ അവരെ ജോലിക്ക് നിർത്തിയത്. അപ്പോൾ അത് പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് എൻ്റെ അച്ഛനായാലും ശരി, അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അയ്യോ, ഞാൻ പപ്പയെ ധിക്കരിച്ചു എന്നല്ല പപ്പ, സോറി പപ്പ. ഞാൻ ന്യായമായ കാര്യങ്ങൾ കണ്ടു, അത് ഞാൻ അതിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചു, അത്രേ മാത്രമേ ഉള്ളൂ പപ്പ. അല്ലാതെ ആരെയും ധിക്കരിച്ച് എനിക്ക് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല പപ്പ. അലീന ഒരു കാര്യം ചിന്തിക്കണം. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ,
ഒരു വാലിൻ്റെ കുറച്ച് കഷ്ണം കൊടുത്തു, തലയിലും കുറച്ച് കഷ്ണം കൊടുത്തു, അത് വേലക്കാരിക്ക് കൊടുത്തു വിട്ടു. ഇതൊക്കെ എനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ അവരെ വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഇതിൽ ആത്മാർത്ഥത കാണിക്കില്ല അലീന. നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ രുചിയുണ്ടാവില്ല. ചിലപ്പോൾ ഉപ്പ് കൂടുതലായിട്ടിടും, എരിവ്, കുരുമുളക് അങ്ങനെ ഒരുപാട് കൂടുതലായിട്ടൊക്കെ ഇടും. അവർ നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരില്ല. അപ്പോൾ നമ്മുടെ ജോലിക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർ ആത്മാർത്ഥത കാണിക്കുള്ളൂ. ഇത് കേട്ട അലീന ഇങ്ങനെ നോക്കി നിൽക്കണം. എന്താ പപ്പ ഈ പറയുന്നത്? അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കണമെന്നാണോ പറയുന്നത്? അതെ, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കണ്ണടച്ച് ഇതാക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. അതും നീ ഇവിടുത്തെ വേലക്കാരോട് പോയി മൽപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കേണ്ടത്? സ്റ്റാലിൻ സാറിൻ്റെ മകള് പപ്പയുടെ വാക്ക് പോലും അനുസരിക്കുന്നില്ല, അനുസരിക്കാതെ വന്ന് വേലക്കാരോടൊക്കെ ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയല്ലേ ഉള്ളൂ. അതെനിക്ക് കുറച്ചിലല്ലേ, എനിക്ക് അപമാനക്കേടല്ലേ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പപ്പ സോറി പപ്പ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അപ്പം പപ്പ ആ പൗലോസേട്ടനെ കാണുന്ന പോലെ തന്നെയാണ് എന്നെയും കാണുന്നല്ലേ? അല്ല അലീന, അലീനയ്ക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? വലിയൊരു സ്റ്റേജ് കെട്ടി എല്ലാവരെയും ഒരു ഗെറ്റ് ടുഗെദറായിട്ട് വിളിച്ചു വരുത്തി, എന്നിട്ട് നിന്നെ ഒരു രാജകുമാരിയെ പോലെ എൻ്റെ കൂടെ നിർത്തി എല്ലാവരോടുമായിട്ട് എനിക്ക് മൈക്കിൽ പറയണം, ഇത് സ്റ്റാലിൻ ജോസഫിൻ്റെ മകളാണ് അലീന എന്ന്. അങ്ങനെ പറയാനാ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് അലീന ഞെട്ടിപ്പോവാണ്. സ്റ്റാലിൻ്റെ നാവിൽ നിന്ന് ആ ഒരു സത്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. അതെ, അതെന്തുകൊണ്ട് അലീന മനസ്സിലാക്കുന്നില്ല? എൻ്റെ മനസ്സിൽ നിന്റെ സ്ഥാനം അങ്ങനെയാണ് അലീന എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം തൻ്റെ പപ്പ സ്നേഹിക്കുന്നുണ്ടെന്ന് അലീന മനസ്സിലാക്കിയാണ്. വൈജയ് എന്ന അമ്മയ്ക്ക് തന്നെ വേണ്ട, പക്ഷേ സ്റ്റാലിൻ ജോസഫ് എന്ന പപ്പയ്ക്ക് തന്നെ വേണമെന്ന് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ്. പപ്പ മനസ്സിലായി പപ്പ, എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി പപ്പ. പക്ഷേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പപ്പ. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ. വേണ്ട അലീന, ഇനി ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയേര്. അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ പപ്പ ഇത് കണ്ടോ പപ്പ, ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ എസ്റ്റേറ്റിലൊക്കെ എന്തോരം അഴിമതികളായിരിക്കും നടക്കുന്നത്. അതൊന്ന് പപ്പ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? അവിടെയൊന്നും അഴിമതികളൊന്നും നടക്കുന്നൊന്നുമില്ല, അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക അലീന. നീ അങ്ങോട്ടൊന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. അതൊക്കെ വളരെയേറെ മോശമായ കാര്യമാണ്. നിന്നെ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം. നിനക്ക് ടൂറ് പോകണോ? ടൂറ് കൊണ്ടുപോകാം. സിനിമ കാണണോ? സിനിമയ്ക്ക് കൊണ്ടുപോകാം. പിന്നെ ഡ്രൈവിങ് പഠിക്കണോ? അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം. പിന്നെ നിനക്ക് അന്റാർട്ടിക്ക പോകണോ? അവിടെയും കൊണ്ടുപോകാം. ഇത് കേട്ട അലീനയാണെങ്കിൽ അവിടെയൊന്നും എനിക്ക് ഇപ്പം പോകണ്ട, പക്ഷെ എനിക്ക് അടുക്കളയിൽ വരെയും പോകാനുള്ള ഒരു അനുവാദം എനിക്ക് തന്നാൽ മതി. അതെന്താ തരാത്ത അലീന? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അലീന. നീ എന്താ അലീന? എൻ്റെ അടുത്ത് ഇങ്ങനെ അനുസരണമുള്ള ആളാവണമെന്നാണ് എനിക്ക് താല്പര്യം. ഞാൻ പറയുന്ന അനുസരിക്കണം. എങ്കിലും പപ്പ ഒരു കാര്യം ചെയ്യും, പട്ടികളെ പൂട്ടിയിട്ടിരിക്കുന്നില്ലേ, അതേപോലെ എന്നെ ഏതെങ്കിലും ഒരു കൂട്ടിലിട്ട് പൂട്ടിയിട്, എന്നിട്ട് അനുസരണമുള്ള നായായിട്ട് എന്നെ വളർത്ത്. അലീന, എന്തിനാ ഇങ്ങനെ ധിക്കാര വർത്തമാനം പറയുന്നത് അലീന? ഈ ചെറിയ ചെറിയ നഷ്ടമൊന്നും എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേ ഉള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. പപ്പയൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ പപ്പ? പപ്പ പറഞ്ഞില്ലേ നമ്മൾ ഇവരോടൊക്കെ കുറച്ച് സ്നേഹമായിട്ട് പെരുമാറിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ കറിയിൽ ഉപ്പ് കൂടുതലിടുമെന്നോ മുളക് കൂടുതലിടുമെന്നോ ഭക്ഷണത്തിന് രുചിയില്ലാതെ ഉണ്ടാക്കുമെന്നോ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ അവരങ്ങനെ നിർത്താവോ പപ്പ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ നിർത്തുമ്പോൾ നമ്മളോടും ആത്മാർത്ഥത കാണിക്കണ്ടേ? അല്ലാതെ നമ്മൾ ചില കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പും മുളകെല്ലാം കൂട്ടിയിട്ട് നമ്മളോട് പ്രതികാരം വീട്ടുന്നവരാണോ ആത്മാർത്ഥതയുള്ളവർ? അപ്പോൾ അവരെ വിശ്വസിക്കാനായിട്ട് പാടുണ്ടോ പപ്പ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അലീന. എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും നേരെ സമയമില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാനും പാടില്ല. നിറയെ വിഭവങ്ങളുള്ള ടേബിളിൻ്റെ പുറത്ത് ഭക്ഷണം കഴിച്ചതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു നഷ്ടങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല അലീന. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പപ്പ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പപ്പയോട് ഒരു കാര്യം പറയട്ടെ പപ്പ.
ദേ ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ് എന്നോട് ഇത് പപ്പയ്ക്ക് വേദനയായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം പപ്പ. പപ്പ നിറയെ വിഭവങ്ങളുള്ള ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ച ആളാണ്. അതെല്ലാം വേസ്റ്റാക്കി കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കഴക്കൂട്ടത്ത് ഓർഫനേജിൽ ആ എച്ചിലെങ്കിലും കിട്ടിയാലോ എന്ന് ഓർത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതായത് പപ്പയുടെ മകൾ അലീന, സ്റ്റാലിൻ ജോസഫിൻ്റെ മകൾ അലീന അവിടെ ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ അലീന ഇപ്പോഴും ഉണ്ട് കഴക്കൂട്ടത്ത്. ഒരുപാട് ഇതേപോലെ പെൺകുട്ടികൾ, സ്റ്റാലിൻ ജോസഫിൻ്റെ ഒരുപാട് മക്കളായ അലീനയും ഒത്തിരി പേരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാലിൻ്റെ കണ്ണുകൾ നിറയുക. സ്റ്റാലിന് പിന്നീട് ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാതെ സ്റ്റാലിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അലീനയ്ക്കും അത് വല്ലാത്തൊരു സങ്കടമായി തോന്നി. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.